കുറച്ച് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഇതവിടുത്തെ ഒരു മിനി കിച്ചൺ ഏരിയ ആണ്. ആൻഡ് ഇതാണ് ഓവറോൾ ഒരു അതിനുള്ളിലൊരു വ്യൂ വരുന്നത്. നല്ല ആർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഉള്ളിൽ കാണാൻ വേണ്ടി. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡ് വരുന്നതെന്ന് പറയാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ. സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് പ്രോൺസ് പാൽപ്പരട്ടാണ്. കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. സ്റ്റാർട്ടർ ആണെങ്കിൽ പോലും നല്ല എക്സ്പെൻസീവാണ്. ഞാൻ ഓർഡർ ചെയ്തതിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിഷ് ഇതായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രീമി ടെക്സ്ചറാണ് വരുന്നത്. ആൻഡ് പ്രോൺസ് ആണെങ്കിൽ തന്നെ നല്ലപോലെ നല്ല സോഫ്റ്റായിരുന്നു. നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്നതിലും എത്രയോ ബെറ്റർ ടേസ്റ്റാണ് ഇതിനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ടൈം ഞാൻ പോകുകയാണെങ്കിൽ ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഇതാര് പോയാലും മസ്റ്റ് ട്രൈ ആണ്. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസ് വന്നു. കപ്പയും പൂത്തും ആൻഡ് നൂൽ പൊറോട്ട, ചിക്കൻ മപ്പാസ്. ഇതാണ് ഓർഡർ ചെയ്ത ഫുഡ്. എങ്കിലും എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പ്രോൺസ് പാൽപ്പരട്ട് തന്നെയാണ്. കപ്പയും പോത്തും ഓക്കെയാണ്, അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ള ഒരു ഡിഷാണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഫിഷ് ഐറ്റംസൊക്കെ ഓവറോൾ തീർന്നിരുന്നു. ഞങ്ങൾ ക്ലോസിങ് ടൈം ഏകദേശം അടുക്കാറായപ്പോഴാണ് ചെന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന ഫുഡ്സ് ഒക്കെ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. എനിക്കിഷ്ടപ്പെട്ടു. കപ്പയും പോത്തും കൊള്ളാം, അടിപൊളിയാണ്. നമുക്കൊരു 2 പേർക്ക് ഒരെണ്ണം ഓർഡർ ചെയ്താൽ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ നൂൽ പൊറോട്ട ഞാൻ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചത് വെച്ചിട്ട് ഇവിടുത്തേത് കുറച്ചുകൂടി വലിപ്പമുണ്ട്, കുറച്ചുകൂടി അടിപൊളിയാണ്, കുറച്ച് നല്ല വലിപ്പമുള്ളതാണ്. ഒരെണ്ണം തന്നെ നമുക്ക് കഴിച്ചാൽ ഏകദേശം വയറ് നിറയും. പിന്നെ ചിക്കൻ മപ്പാസ് എനിക്ക് ഓൾറെഡി ആദ്യം പ്രോൺസും തേങ്ങയാണ്, ഇപ്പോൾ മപ്പാസും തേങ്ങ ആയതുകൊണ്ട് ആ ചിക്കൻ മപ്പാസ് എനിക്ക് അത്രയ്ക്ക് ഓക്കെ ആയില്ല. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് അതിൻ്റെ ടേസ്റ്റ് വൈസ് അല്ല. വേറെ ഏതെങ്കിലും ചിക്കൻ്റെ വേറെ വെറൈറ്റി എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ക്ലോസിങ് ടൈം ആയതുകൊണ്ട് അവർക്ക് വേറൊരു ഡിഷസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എനിവേ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി, ഫുള്ള് കംപ്ലീറ്റ് ആക്കി.